ഹായ്, നമസ്കാരം. AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ, അതായത് BJP ആഗ്രഹിക്കുന്ന രൂപത്തിൽ, BJP ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന രീതിയിൽ പാടിയതിനെക്കുറിച്ചുള്ള ഒരു വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് പലരും പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിസമ്മതിക്കാൻ ഒരു കാരണമുണ്ട്. ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു അബദ്ധം കോൺഗ്രസിന് സംഭവിച്ചതാണ് എന്നുള്ള തോന്നലാണ് എനിക്കുണ്ടായത്. അതായത് റെക്കോർഡിട്ട് പ്ലേ ചെയ്തു. അപ്പോൾ 2 സ്റ്റാൻസ് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രത്യേകിച്ച് സോണിയാഗാന്ധി, ഇവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. സോണിയാഗാന്ധി അസ്വസ്ഥതയുടെ ഒരു പാരമ്യത്തിൽ കൈകൊണ്ട് ഒരു വോളണ്ടിയറെ വിളിക്കുന്നു. എന്താണിത്, ഇത് നിർത്തിക്കൂടെ, 2 സ്റ്റാൻസയല്ലേ നമ്മുടെ നയം എന്നൊക്കെ ചോദിക്കുന്നു. അതാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. അതുകൊണ്ടൊരു അബദ്ധം സംഭവിച്ചു. ആ ഒരു അബദ്ധം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. വന്ദേമാതരം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ചടങ്ങുകളിൽ ആലപിക്കാറുണ്ട്. അതിനെ തടസ്സപ്പെടുത്തരുത്, അതിനെ അലമ്പാക്കരുത് എന്നൊക്കെയാണ് ഇപ്പോഴൊരു നിയമമായിട്ടുള്ളത്. അത് അവർ ചെയ്തോട്ടെ. പക്ഷെ കോൺഗ്രസിൻ്റെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു നയത്തിൽ മാറ്റം വരുത്തുന്നതാണോ അല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, AICCയുടെ പ്രമുഖരായിട്ടുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെന്താ പറഞ്ഞത്, പൂർണ്ണമായി വന്ദേമാതരം പാടിയതിലൊരു അസ്വസ്ഥതയും ഞങ്ങൾക്കില്ല. യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി അവിടെ അസ്വസ്ഥത പ്രകടിപ്പിച്ച് അവരുടെ ശരീരഭാഷയിൽ വല്ലാത്തൊരു എന്താ പറയുക, ഒരു പരിഭ്രമം ഉണ്ടായത്, അതല്ലെങ്കിൽ അവർ വോളണ്ടിയറെ വിളിച്ചത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നമ്മളെല്ലാം കണ്ടതാണല്ലോ. ഇതാണ് AICC ജനറൽ സെക്രട്ടറി പറഞ്ഞത്. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രതികരണം വന്നു. വന്ദേമാതരം പൂർണ്ണമായിട്ട് പാടണമെന്നല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ നയമെന്ന്. ഇനി അപ്പോഴും എനിക്ക് പ്രതികരിക്കണമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകയിലും ഹിമാചലിലും മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ BJP ആഗ്രഹിക്കുന്ന പോലെ, സംഘ് പരിവാർ നിഷ്കർഷിക്കുന്നത് പോലെ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ പാടി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. ഒരു നിലപാടിൽ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ, അഴകുഴമ്പൻ സമീപനമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഈ വർഗീയ ഭിന്നിപ്പിന്റെ ശക്തികൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ മേൽക്കൈ നേടും. ഇന്ത്യയുടെ ചരിത്രം അതാണ്. ബാബറി മസ്ജിദ്, രാം ജന്മഭൂമി പ്രശ്നത്തിൽ രാജീവ് ഗാന്ധി മുതലുള്ള ആൾക്കാർ വെള്ളം ചേർത്ത് തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ സംഘ് പരിവാർ ശക്തി പ്രാപിച്ചത്. മോഡിയെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ്? ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ അഴകുഴമ്പ നിലപാടാണ്. അതവിടെ എവിടെ എത്തിത്തീർന്നു? 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുന്നതിൽ എത്തിച്ചേർന്നപ്പോൾ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് നരസിംഹറാവു കണ്ണടച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പരോക്ഷമായിട്ട് അതിനെ സഹായിക്കുകയാണ് ചെയ്തത്. ആ ഒരു സമീപനത്തിലേക്കാണോ ഇപ്പോൾ വന്ദേമാതരത്തിന്റെ കാര്യത്തിലും കോൺഗ്രസ് പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ പ്രസക്തമായിട്ട് വന്നിരിക്കുകയാണ്. 1937 കോൺഗ്രസ് പ്രവർത്തക സമിതി, എനിക്ക് കോൺഗ്രസ് നേതാക്കന്മാരോട് പറയാനുള്ളത്, എത്രയോ പ്രഗത്ഭന്മാരായിട്ടുള്ള ഗാന്ധിജിയും നെഹ്റുവും പട്ടേലും ഉൾപ്പെടെയുള്ള ആൾക്കാർ ചേർന്നല്ലേ തീരുമാനിച്ചത് വന്ദേമാതരത്തിന്റെ 2 സ്റ്റാൻസ് മതിയെന്ന്. ഇന്ത്യയുടെ എക്കാലത്തെ അഭിമാനമായ രവീന്ദ്രനാഥ് ടാഗോറല്ലേ തീരുമാനിച്ചത് 2 സ്റ്റാൻസ് മതിയെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ വിശ്വാസങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരമാണ് ഇന്ത്യയുടേത്. അതാണ് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന എന്തെങ്കിലും ഖണ്ഡികകളോ വാചകങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. ദേശസ്നേഹം എന്ന് പറയുന്നത് നിർമ്മിച്ചെടുക്കേണ്ട കാര്യമല്ല, അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഈ നാസി ജർമ്മനിയിലൊക്കെ ഉള്ളതുപോലെ ഹെയിൽ ഹിറ്റ്ലർ എന്ന് പറഞ്ഞുകൊണ്ട് ദേശസ്നേഹം പ്രകടിപ്പിക്കേണ്ട, അതല്ലെങ്കിൽ നേതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. നോക്കുക, എങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൽ വെള്ളം ചേർക്കുന്നത് എന്ന്. ഒരുപക്ഷെ ആദ്യം പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിച്ച എന്നെക്കൊണ്ട് ഇങ്ങനെയൊരു ചോദ്യം ചോദിപ്പിക്കാൻ ഇടവരുത്തിയത് ഈ 3 കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് നടന്ന സംഭവവാസവും AICC ആസ്ഥാനത്ത് ഇന്ന് വന്ദേമാതരം പൂർണ്ണാർത്ഥത്തിൽ പാടിയ കാര്യവും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കസേര തിയറി സൃഷ്ടിച്ചതുമാണ്. ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് ഞാൻ പറയട്ടെ, എപ്പോഴൊക്കെയാണോ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത് അതൊക്കെ
വർഗീയ പിന്തിരിപ്പൻ ഭിന്നിപ്പിന്റെ ശക്തികൾക്ക് തലപൊക്കാനും വളരാനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള വളക്കൂറുള്ള മണ്ണാണ് ഒരുക്കി കൊടുക്കുന്നത്. വന്ദേമാതരത്തിന് ഭരണഘടന ജനഗണമനയുടെ സ്ഥാനം നൽകിയിരുന്നില്ല. സ്പഷ്ടമാണ്. ഇന്നേ ദിവസം ഒരുപക്ഷെ എന്റെ മനസ്സിലേക്ക് വരുന്നത് ജനഗണമന തന്നെയാണ്. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नाम जाने तब शुभ आशीष मा